നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസ് നടത്തി. അതിനുശേഷം യുഎസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ പോസിറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. യുഎസ് മാർക്കറ്റിന് വെള്ളിയാഴ്ച ട്രംപും മസ്കും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമായി വന്നതെങ്കിൽ കൂടിയും പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജോബ് ഡാറ്റ വന്നതുകൊണ്ട് തന്നെ യുഎസ് മാർക്കറ്റിലും ഒരു റാലി കാണുവാനായിട്ട് സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ്സ് തുടർച്ചയായി 2 ആഴ്ച പോസിറ്റീവിൽ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. പക്ഷെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഒഫീഷ്യൽസ് അമേരിക്കയിലുണ്ട്. പുതിയ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി നെഗോസിയേഷൻസ് ആയിട്ട്. അപ്പോൾ ഒരാഴ്ച കൂടി അവരുടെ ചർച്ചകൾ മുന്നോട്ട് നീക്കിയെന്നുള്ള അതായിട്ടൊരു ന്യൂസ് വരുന്നുണ്ട്. ജൂലൈ 9-നാണ് ഡെഡ് ലൈൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആഴ്ച ചൈനയുമായി അമേരിക്ക പുതിയ ചർച്ചകളിലേക്ക് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ ഒരു പോസിറ്റിവിറ്റിയാണ് നിലനിൽക്കുന്നത്. മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ആണ് ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റ് ഹൈലി വോൾട്ടൈൽ ആയിരുന്നെങ്കിൽ കൂടി കുറച്ച് നാളുകളായിട്ട് കൺസോളിഡേഷൻ മോഡിലായിരുന്നു. ഒരിക്കലും മാർക്കറ്റിന് ഒരു കൺസോളിഡേഷൻ മോഡില് കുറെ കാലം തുടരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റും അനലിസ്റ്റുകളും ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റാണ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒന്നെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വരും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ. ഇതേതെങ്കിലും നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ കെയർഫുൾ ആകണം. കാരണം വിക്സ് ഇപ്പോൾ ലോയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഒക്കെ വളരെ ലോ ആണ്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ വിക്സ് ഷൂട്ടപ്പ് ആയി കഴിഞ്ഞാൽ പ്രീമിയംസും അതുപോലെ ഷൂട്ടപ്പ് ആകും. RBIയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റാൻസ് ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി വരുന്ന കാലങ്ങളിലും റേറ്റ് കട്ടുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ആകെ ഡ്രാഗ് ചെയ്യുന്നത് FIIസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സെല്ലിംഗ് ആണ്. വെള്ളിയാഴ്ച 1000 കോടി രൂപയ്ക്ക് അവർ ബൈ നടത്തി. എന്നിരുന്നാൽ പോലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ തുടർച്ചയായി ബൈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു പരിധി വരെ മുകളിലേക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബുള്ളിഷ്നെസ് ആണ് കാണുവാൻ സാധിക്കുന്നത്. നിഫ്റ്റി നിലവില് എല്ലാ മൂവിംഗ് ആവറേജസിന്റെ മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഷോർട്ട് ടൈം, ലോങ് ടൈം ഇൻക്ലൂഡിംഗ് 200 ഡേ EMAയുടെ ഒക്കെ മുകളിലായിട്ടാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് വീക്കിലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 25,000 എന്ന ലെവലിലും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴും ബാങ്ക് നിഫ്റ്റി നമുക്ക് വെള്ളിയാഴ്ച കണ്ടു റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അതിന്റെ എല്ലാ മൂവിംഗ് ആവറേജസിനും മുകളിലായിട്ടാണ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഇരുവശങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴും ഒരു പോസിറ്റീവ്നെസ് ആണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ മാർക്കറ്റുകളും നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കിടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്കിന്റെ സിഒയ്ക്ക് എതിരെ ഒരു FIR ലീലാവതി ട്രസ്റ്റ് അലഗേഷന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നൊരു ന്യൂസ് വരുന്നുണ്ട്. ഗ്രാവിറ്റ ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് ക്രിട്ടിക്കൽ മിനറൽ റീസൈക്കിൾ സ്കീമിനുള്ള അപ്രൂവൽ നൽകുകയുണ്ടായി വെള്ളിയാഴ്ച. തൽഫലമായി തന്നെ ഒരു 4% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. MCX ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ്സിലേക്കുള്ള അപ്രൂവൽ സ്റ്റോക്കിന് ലഭിക്കുകയുണ്ടായി. BEL ആൻഡ് ടാറ്റ ഇലക്ട്രോണിക്സ് ഇരു കമ്പനികളും ഒരു ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് സെമി കണ്ടക്ടർ സൊല്യൂഷന്റെ ഡെവലപ്മെന്റിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. സൂസ്ലോൺ എനർജി
പ്രൊമോട്ടർ ഫാമിലി 2.9% സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴിയായിട്ട് വിറ്റ് ഒഴിയുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ബജാജ് ഫൈനാൻസ് ജൂൺ 16 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടിയിട്ടും ബോണസ് ഇഷ്യൂവിന് വേണ്ടിയിട്ടും 1:2 എന്ന റേഷ്യയിലാണ് സ്പ്ലിറ്റ് നടത്തുന്നത്. ബോണസ് ഇഷ്യൂ നടത്തുന്നത് 4:1 എന്ന നിലയിലും. ഇൻഫോസിസ് ഡയറക്ടർ ജനറൽ ഓഫ് GST ഇന്റലിജൻസ് കമ്പനിക്ക് എതിരെയുള്ള 32,403 കോടി രൂപയുടെ പ്രീ ഷോക്ക് ഓഫ് നോട്ടീസ് ക്ലോസ് ചെയ്തിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വൈകുന്നേരം 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസുമായിട്ട് കണ്ടുമുട്ടാം. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.